ഹലോ, ഇന്ന് നമ്മൾ ചിക്കൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചെമ്പാവ് പുട്ട് കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പൂട്ടിൻ്റെ അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനല്ല. നമ്മളിവിടെ ആവശ്യത്തിന് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെക്കാം. ഇത് ചെമ്പ പുട്ടുപൊടിയാണ്. ഇതിലേക്ക് വെള്ളവും ഉപ്പും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കണം, അത് പൊങ്ങി വരും. ഇത് അരിപ്പുട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയാണ്. ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട് 2 വെറൈറ്റി പുട്ട്. ഇത് നമ്മൾ അപ്പുക്കുട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ചിക്കനാണ്. നമുക്കിതിൽ ബോൺലെസ് മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ചിക്കൻ ബോൺലെസ് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സവോള വേണം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ ചെമ്പാവ് പൊടി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നോക്കി. ആദ്യം നമ്മൾ പുട്ടിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇടണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ പൗഡർ. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുട്ടുണ്ടാക്കാം. വെള്ളം ചൂടാകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും താഴെയും മുകളിലായിട്ട് തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക, ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. 2 വെറൈറ്റി പുട്ട് നമ്മളിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.